ലൈവിനകത്ത് ഈ നെവിൻ ഇരുന്ന് പറയുന്ന ഓരോ തോന്നിവാസങ്ങളും വൃത്തികേടുകളും കേട്ടിട്ട് അറച്ചു പോവുകയാണ് കേട്ടോ. ഡിസ്ഗസ്റ്റിംഗ് എന്ന് പറയാൻ തോന്നുകയാണ്. അമ്മാതിരി വൃത്തികേടാണ് ഷാനവാസിനെ പറ്റി നെവിൻ ലൈവിലിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷാനവാസ് അതിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാരണം പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട് എന്ന് ഷാനവാസിന് നല്ലപോലെ അറിയാം. ഈ ഒരു നെഗറ്റീവ് ഗെയിമും കാര്യങ്ങളും ഒന്നും പ്രേക്ഷകർ മുഖവിലക്ക് എടുക്കില്ല എന്ന് നല്ല ധാരണയുണ്ട് ഷാനവാസിന്. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നുണ്ട്, സമീപനം പാലിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. നെവിൻ എന്തൊക്കെയാണ് വിളിക്കുന്നതെന്ന് എനിക്കിത് ഈ വീഡിയോയിൽ പറയാൻ എനിക്ക് തന്നെ അറപ്പ് തോന്നുന്നു. അത്രയും വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങളാണ്, തറ വർത്താനമാണ് നെവിൻ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലായി കാണും എന്താണ് നെവിൻ വിളിച്ചതെന്നുള്ളൊരു കാര്യം. ഇത് ഞാൻ പറയാൻ പോവുകയാണ്. എനിക്ക് പറയാൻ സത്യം പറഞ്ഞ അറപ്പ് തോന്നുന്നുണ്ട് ഇത് നമ്മളൊരു വീഡിയോയിൽ പറയാനായിട്ട്. വിളിക്കുന്നത് വെടിയുണ്ട എന്ന് വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉണ്ടയില്ലാത്ത ഡാഡി, ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. എന്ത് മോശമാണ്. ഇങ്ങനെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് ഇമാതിരി തോന്നിവാസവും വൃത്തികേടുമാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കണ്ടിട്ടുണ്ടല്ലോ അറപ്പ് തോന്നുന്നു. നെവിനെയൊക്കെ നമ്മള് ഇത്രയും നമ്മുടെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത് പോയല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കിപ്പോ ഖേദം തോന്നുന്നു. അത്രയും വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങളാണ് നെവിൻ ഇപ്പോ ലൈവിനകത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ നെവിൻ ഓർത്തുകൊണ്ടിരിക്കുന്ന എന്തോ വലിയ മാസ് കാണിക്കുകയാണെന്നൊക്കെ ആയിരിക്കും. ഒന്നുമല്ല, പ്രേക്ഷകർ ഈ ഒരു നെഗറ്റീവ് കളി ഒന്നും മുഖവേലിക്ക് എടുക്കത്തില്ല. എല്ലാം പ്രേക്ഷകർ കാണുന്നുണ്ട്. എല്ലാം കണ്ടിട്ടേ പ്രേക്ഷകർ തീരുമാനിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ അന്തിമ വിധി ബിഗ് ബോസോ ലാലേട്ടനോ പറയുന്ന ഒന്നും ആയിരിക്കില്ല. പ്രേക്ഷകർ വിധി എഴുതും. ആ വിധി എന്താണോ അത് നെവിനങ്ങ് ഉൾക്കൊള്ളേണ്ടിയും വരും. ഇത്രയും വലിയൊരു ഷോയിൽ വന്നിട്ട് സ്വന്തം ഐഡന്റിറ്റിയും വെളിപ്പെടുത്താതെ, സ്വന്തം ഇൻഡിവിജ്വാലിറ്റി വെളിപ്പെടുത്താതെ നിൽക്കുന്ന ഈ നെവിനെപ്പോ ഉള്ളവരൊക്കെ വെറും ഫേക്ക് ആണ്. വെറും ഫേക്ക് ഐഡന്റിറ്റി ഉള്ള, ഫേക്ക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ് കേട്ടോ. കാരണം ഇത്രയും വൃത്തികെട്ട സംസാരം ഞാൻ ആരും ലൈവിനകത്ത് പറയുന്നത് കേട്ടിട്ടില്ല. ഈ രീതിയിലുള്ള കൊണോട്ടേഷൻ വെച്ചിട്ടുള്ള സംസാരം അത് ലൈവിൽ എങ്ങനെയും കേൾപ്പിച്ചിരിക്കുകയാണ്. ഉണ്ടയില്ലാത്ത ഡാഡി എന്നൊക്കെ വിളിക്കുന്നതൊക്കെ എന്ത് വൃത്തികേടാണ്. കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അവസ്ഥ.